എല്ലാവർക്കും മല്ലു ഇൻ അയർലൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മാലിൻ ഹെഡ് മുതൽ ഫനൽ ലൈറ്റ് ഹൗസ് വരെയാണ്. അത് തന്നെ 3 പാർട്ടായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ടിങ് ഫ്രം മാലിൻ ഹെഡ്, ദ നോർത്ത് ഈസ്റ്റ് പോയിൻ്റ് ഓഫ് കൗണ്ടി ഡോണിഗൽ ഓഫ് അയർലൻഡ്. അവിടെ നിന്ന് ബൺഗ്രാന ഫെറി വരെയുള്ള റോഡ് ജേണിയാണ് ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ കാണുന്നതിനൊപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ അതിന് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. സോ ദാറ്റ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഫനൽ ലൈറ്റ് ഹൗസിലേക്ക് മാലിൻ ഹെഡിൽ നിന്ന് പോകാനായിട്ട് ഫെറി സർവീസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആസ് യൂഷ്വൽ റോഡ് വഴിയും പോകാൻ പറ്റും. സോ ഫെറിയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാലിൻ ഹെഡിൽ നിന്ന് ബൺഗ്രാന വരെ ഡ്രൈവ് ചെയ്ത് വന്നതിന് ശേഷം അവിടെ നിന്ന് ഫെറിയിൽ ട്രാവൽ ചെയ്തൊരു 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് റാത്മുള്ളൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാം. അവിടെ നിന്ന് എഗെയിൻ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഫനൽ ലൈറ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ആൻഡ് പോയിൻറ്റ്സ് ടു റിമെമ്പർ, നിങ്ങൾ അങ്ങനെയാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലവ്സ് വെല്ലി ഫെറി എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പേജ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. കാരണം ലോ ടൈഡൊക്കെ ആണെങ്കിൽ, വെതർ മോശമാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫെറി സർവീസ് ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതിൻ്റെ ടൈമിങ്ങും ഷെഡ്യൂളും ട്രാവൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചെക്ക് ചെയ്ത് പോയാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള മറ്റൊരു അട്രാക്ഷനാണ് മാമൂർ ഗ്യാപ്പ് വഴിയുള്ള ട്രാവലിംഗ് എന്ന് പറയുന്നത്. മാമൂർ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറി ഹിൽസ് മുതൽ ബൺഗ്രാന വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു 30 കിലോമീറ്റേഴ്സ് ഓഫ് റോഡിനെയാണ് നമ്മൾ മാമൂർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻസിൻ്റെ ഇടയിലൂടെയുള്ള ഒരു നാരോ റോഡിലൂടെയുള്ള ഒരു ജേണിയാണ്. വളരെ നാരോ ആയിട്ടുള്ള റോഡും റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഹരിതാഭയും പച്ചപ്പും ചെമ്മരിയാട്ടും കൂട്ടങ്ങളെല്ലാം കണ്ടുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേണി നിങ്ങൾക്ക് മാമൂർ ഗ്യാപ്പ് വഴി ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡൊണിഗലൊക്കെ എസ്പെഷ്യലി ഇതുപോലുള്ള ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എപ്പോഴും ഡൊണിഗലിൻ്റെ ഒരു മാപ്പ് നമ്മുടെ കയ്യിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പല ഏരിയാസിലും എസ്പെഷ്യലി മൗണ്ടൻ ഏരിയാസിൽ പലയിടങ്ങളിലും നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉണ്ടാവില്ല, GPS കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 12-12:30 കൂടി ഞങ്ങൾ ബൺഗ്രാന ഫെറി അഥവാ ലവ്സ് വെല്ലി ഫെറിയിൽ എത്തിച്ചേർന്നു. പക്ഷേ അന്ന് ലോ ടൈഡ് ആയതുകൊണ്ടും വെതർ വളരെ മോശമായതുകൊണ്ടും ഞങ്ങളുടെ ഫെറി ക്യാൻസലായിരുന്നു. നെക്സ്റ്റ് ഫെറി സർവീസ് ഉണ്ടായിരുന്നത് 5 മണിക്കായിരുന്നു. സോ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഞങ്ങളവിടെ ലിറ്ററലി സ്റ്റക്കായിരുന്നു. ബട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ബീച്ചും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ ഏരിയയും നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. 5 o'clock ഫെറി വന്നു. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഫെറിയിൽ പതുക്കെ ഞങ്ങൾ കയറി. ഏകദേശം ഒരു 20 മിനിറ്റ്സ് എടുത്തു ബൺഗ്രാനയിൽ നിന്ന് റാത്മുള്ളൻ വരെ എത്താനായിട്ട്.
ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അത്യാവശ്യം നല്ല വിൻഡി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. സീ സിക്നെസ്സോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു അത്. ഒരുപാട് കാറുകൾക്ക് അറ്റ് എ ടൈം കയറാനുള്ള സംവിധാനം ഇല്ല. നിങ്ങൾ 5 മണിക്കാണ് നിങ്ങളുടെ ഫെറിയെങ്കിൽ ഏകദേശം ഒരു 4:30 എങ്കിലും ആകുമ്പോൾ നിങ്ങൾ അവിടെ ഹാർബറിൽ വന്ന് ക്യൂ നിന്നെങ്കിൽ മാത്രമേ കറക്റ്റ് ടൈമിലുള്ള ഫെറിയിൽ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം വളരെ ലിമിറ്റഡ് ഓഫ് നമ്പർ ഓഫ് കാർസ് മാത്രമേ അറ്റ് എ ടൈം അവർ അലോ ചെയ്യുള്ളൂ. കാറിനും നമ്മൾ ഡിപ്പെൻഡ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് വെഹിക്കിൾ വി ആർ ട്രാവലിംഗ്, അതിനൊരു സർട്ടൺ എമൗണ്ട് ഓഫ് ഫീസ് ഉണ്ട്. പ്ലസ് അതിലെ പാസഞ്ചേഴ്സിനും ചെറിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രാവൽ ചെയ്ത ദിവസം അൺഫോർച്ചുനേറ്റ്ലി മോശം വെതറായിരുന്നു. ചെറിയൊരു മഴയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നല്ല വെതറാണെങ്കിൽ ഇഫ് യു ആർ ലക്കി ഇനഫ് സംടൈംസ് നമുക്ക് ഡോൾഫിൻസിനെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് അത്യാവശ്യം ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറായിരുന്നു. നമുക്ക് പുറത്തിറങ്ങി നിന്ന് അങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വെതറായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ക്വൈറ്റ് എ മെമ്മറബിൾ ജേർണി. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. റാത്മൂളിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫനദ് ലൈറ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഫനദ് ലൈറ്റ് ഹൗസിന് അഗെയിൻ വിസിറ്റിംഗ് ടൈം ഉണ്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ അവർ ലൈറ്റ് ഹൗസിനകത്തേക്ക് സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം അവിടെ തന്നെയുള്ള ചെറിയ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഫറ്റേരിയയും ഒരു ചെറിയ സുവനീർ ഷോപ്പും ഉണ്ട്. വൈൽഡ് അറ്റ്ലാന്റിക് വേയിലൂടെയുള്ള മനോഹരമായൊരു ജേർണിയായിരുന്നു എഗെയിൻ ഞങ്ങൾക്ക് റാത്മൂളിൽ നിന്ന് ഫനദ് ലൈറ്റ് ഹൗസ് വരെ കിട്ടിയത്. അയർലൻഡിൻ്റെ തനതായ ശൈലിയിലുള്ള ചെറിയ വില്ലേജുകളും ട്രഡീഷണൽ ഹൗസസും എല്ലാം കണ്ടുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയായിരുന്നു അതും. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് പോർട്ട് സലോൺ എന്ന് പറയുന്ന ഒരു വളരെ ഭംഗിയുള്ളൊരു ബീച്ച് ഉണ്ടായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വാട്ടറൊക്കെ ആയിട്ട് എന്താ പറയുക, പോസ്റ്റ് കാർഡ് ബ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരിയുള്ളൊരു വളരെ ഭംഗിയുള്ളൊരു ബീച്ച് ഉണ്ടായിരുന്നു. സോ ഇഫ് യു ഹാവ് ടൈം നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതും ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് യാത്ര തുടരാവുന്നതാണ്. ഞാൻ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഫനദ് ലൈറ്റ് ഹൗസിൽ അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്.
ഏകദേശം 300 യൂറോ, അതായത് ഇന്ത്യൻ മണി ഏകദേശം 24,000 രൂപയാണ് പെർ നൈറ്റിന് ഫനദ് ലൈറ്റ് ഹൗസിലെ അക്കോമഡേഷന് വേണ്ടിയിട്ട് അവരുടെ സൈറ്റിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട്. സോ ഇഫ് യു റിയലി വാണ്ടഡ് ടു ട്രൈ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫനദ് ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ 1-2 ചെറിയ റെസ്റ്റോറൻറ്റ്സും കുഞ്ഞു കുഞ്ഞു ഷോപ്സും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫെറി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 6 മണിക്ക് മുന്നേ ആയിട്ട് ലൈറ്റ് ഹൗസിലേക്ക് എത്തിച്ചേടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകത്ത് കയറി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബട്ട് സ്റ്റിൽ ഈവൻ ഫ്രം ഔട്ട്സൈഡ് വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സോ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.